പാകിസ്ഥാൻ്റെ ആപ്പീസ് പൂട്ടിപ്പോകുന്ന ഒരു തീരുമാനവുമായിട്ട് ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ 80% കൃഷിയും ഇന്ത്യയുടെ കാരുണ്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന രീതിയിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അത് നമ്മൾ കൊടുത്തിരുന്നു. സിന്ധു നദീ തടത്തിലെ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് പാകിസ്ഥാൻ. കൂടാതെ ഗുരുതരമായിട്ടുള്ള ജലപ്രതിസന്ധിയുടെ സാധ്യതയും നേരിടുന്നു എന്ന് ഓസ്ട്രേലിയൻ തിങ്ക് ടാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് അതിൻ്റെ ഇക്കോളജിക്കൽ ത്രെറ്റ് റിപ്പോർട്ട് 2025 പറയുന്നുണ്ട്. സിന്ധു നദിയിലെ ജലപ്രവാഹം മാറ്റാനുള്ള സാങ്കേതിക ശേഷി ഇന്ത്യക്കുണ്ടെന്നും ഇത് പാകിസ്ഥാനിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നുമാണ് ഈ റിപ്പോർട്ട് അവകാശപ്പെടുന്നത്. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചതിന് ശേഷം അപകട സാധ്യത വർദ്ധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏപ്രിലിൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് 1960 സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ച സമയത്താണ് ഈ റിപ്പോർട്ട് വരുന്നത്. കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ ജലം പങ്കിടൽ കരാറിലെ നിബന്ധനകൾ പാലിക്കാൻ ഇന്ത്യ ഇനി ബാധ്യസ്ഥമല്ല എന്നുള്ള രീതിയിൽ ആ സമയത്ത് പല റിപ്പോർട്ടുകളും വന്നിരുന്നു. ഇപ്പോഴിതാ അവിടെയുള്ള ജനങ്ങൾ ഇപ്പോൾ പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇനി വെറും 30 ദിവസം കൂടെ അവർക്കുള്ള വെള്ളം മാത്രമേ അവിടെ ഉള്ളൂ. 30 ദിവസം കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് പാകിസ്ഥാൻ സർക്കാരിന് യഥാർത്ഥത്തിൽ ഒരു മറുപടിയുമില്ല. 30 ദിവസം കഴിഞ്ഞാൽ ഇവരുടെ കൃഷി എല്ലാം തന്നെ അവിടെ നിലച്ചു പോകുന്ന, പാകിസ്ഥാനിൽ തൊണ്ട വരണ്ടൊരു മരുഭൂമിയായി പോകുന്ന ഒരു സാഹചര്യമാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ പാകിസ്ഥാൻ പല രീതിയിൽ ഇന്ത്യയെ സമ്മർദ്ദം ചെലുത്താൻ നോക്കിയെങ്കിലും ഇന്ത്യയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ 30 ദിവസം കൂടെ കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ വലിയൊരു കലാപത്തിനാണോ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് തരത്തിലായിരിക്കും ജനങ്ങൾ പ്രതികരിക്കുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. വേനൽക്കാലം പോലുള്ള സമയങ്ങളിൽ ഇപ്പോഴിതാ പല അണക്കെട്ടുകളുടെയും പ്രവർത്തനങ്ങൾ ചെറിയ മാറ്റം വരുത്തിയാൽ പോലും പാകിസ്ഥാനിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളെ അത് കൃത്യമായി ബാധിക്കും. കാരണം അവിടുത്തെ 80% കൃഷിയും സിന്ധു നദീജലത്തിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നടപ്പിലാവുന്നത്. തന്ത്രപരമായിട്ടുള്ള നേട്ടവും അന്താരാഷ്ട്ര സമ്മർദ്ദവും ഒക്കെ നടത്തിയെങ്കിലും, അതായത് മെയ് മാസത്തിൽ പാകിസ്ഥാനെ അറിയിക്കാതെ ഇന്ത്യ ചെനാബ് നദിയിലെ സലാർ ബാഗ്ലിഗാർ അണക്കെട്ടുകളിൽ ജലസംഭരണി ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇത് അവിടെ വെള്ളപ്പൊക്ക സമാനമായിട്ടുള്ള അവസ്ഥയിലും നയിച്ചിട്ടുണ്ട്. കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിന് ശേഷം നദീ മാനേജ്മെൻറ്റിൽ ഇന്ത്യക്ക് തന്ത്രപ്രധാനമായിട്ടുള്ള മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ പല സമ്മർദ്ദങ്ങൾ ചെലുത്തിയെങ്കിലും ഇന്ത്യ വഴങ്ങാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.